ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷൈനി. നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച, ഒരുപാട് ഇഷ്ടപ്പെട്ട, നിങ്ങൾ ഒരുപാട് നെഞ്ചോട് ചേർത്ത് വെച്ചവർ പോലും നിങ്ങൾക്ക് ഒരു വാല്യൂം തരാതെ നിങ്ങളെ വെറും ഒരു തുച്ഛമായിട്ട് കണ്ട് നിങ്ങൾ ഒരു സ്ഥലത്ത് പോയാൽ തന്നെ അവിടെ നിങ്ങളെ വെറും ഇവരെല്ലാം ഒരാളാണോ, വെറും ഒരു പുൽക്കൊടിക്ക് കൊടുക്കുന്ന വാല്യൂ കൂടെ നിങ്ങൾക്ക് തരാതെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ഒരുപാട് വേദനിച്ച്, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്, എന്നോട് എന്താണ് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ, നിങ്ങൾ ഒരുപാട് കണ്ണീർ വാർത്തിട്ടുണ്ടാവും. ഒരുപാട് നിങ്ങൾ വേദനിച്ച് പലപ്പോഴും ഉൾവലിഞ്ഞ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറങ്ങാൻ പറ്റാതെ പോലെ ഇരിക്കുന്ന സിറ്റുവേഷൻസ് വരെ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടാവും. ആ വേദന വെറും ഒരു വേദനയല്ല, അത് നമ്മുടെ സെൽഫ് റെസ്പെക്ട്, നമ്മുടെ ആത്മാഭിമാനത്തിനെ മറ്റുള്ളവർ ചെരുപ്പ് കൊണ്ട് ചവിട്ടി അരയ്ക്കുന്ന വേദനയാണ്. ഇന്ന് നമ്മൾ അതിനെല്ലാം ഒരു ഫുൾ സ്റ്റോപ്പ് വയ്ക്കാൻ പോവുകയാണ്. പ്രതികാരം എന്ന് പറയുന്നത് എന്താണ്, അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോവുകയാണ്. നമ്മളോട് ഒരാളിങ്ങനെ തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും നാച്ചുറലി സാധാരണ തോന്നുന്നത് എന്താണ്, തിരിച്ചവരോട് 4 വാക്ക് കേട്ട് അവർക്ക് വേഷ കൊടുക്കണം എന്നാണ് നമുക്ക് തോന്നും, അല്ലേ? 4 വാക്ക് ഇവളോട് ചോദിച്ചിട്ടേ അടങ്ങും എന്ന് നമുക്ക് ഓട്ടോമാറ്റിക്കലി തോന്നും. എന്നാൽ ഇങ്ങനെയല്ല പ്രതികാരം ചെയ്യേണ്ടത്. ഇത് നമ്മൾ അവരെ പോലെ അവരുടെ ആ ഒരു താഴ്ന്ന നിലയിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോകുന്ന നമ്മളും സെയിം ഒരു ലെവലിൽ നിൽക്കുന്നു എന്നാണ് അർത്ഥം. അവിടെ അവർ ജയിച്ചു എന്നാണ് അർത്ഥം. പ്രതികാരം ചെയ്യുന്നത് അങ്ങനെയല്ല. എന്നാൽ യഥാർത്ഥത്തിൽ പ്രതികാരം ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ, ആരാണോ നിങ്ങളെ വേദനിപ്പിക്കുകയും അപമാനിക്കുകയും ചെയ്തത്, അവര് നിങ്ങളുടെ വളർച്ചയെ കണ്ട് അയ്യോ ഇവരെ പോയി ഞാൻ വേദനിപ്പിച്ചല്ലോ എന്ന് ഓർക്കണം. നിങ്ങളടുത്ത് പോയി ഇങ്ങനെയെല്ലാം ബിഹേവ് ചെയ്തല്ലോ എന്ന് പറഞ്ഞ് അവര് കണ്ണീരൊഴുക്കണം. അതിനുവേണ്ടി നിങ്ങൾ അലറണ്ട, ടെൻഷൻ ആവണ്ട, ഡിപ്രഷൻ ആവണ്ട, കത്തിയെടുത്ത് വഴക്കിനും പോണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ചാണക്യർ പറഞ്ഞ ഈ തന്ത്രം നിങ്ങൾ ഉപയോഗിച്ചാൽ മാത്രം മതി. ഇവിടെ നിന്ന് തുടങ്ങുന്നത് നിങ്ങളുടെ ട്രാൻസ്ഫർമേഷന്റെ കോളാണ്, നിങ്ങളുടെ മാറ്റത്തിന്റെ വരവേൽപ്പാണ്, നിങ്ങളുടെ ആത്മാഭിമാനത്തിന്റെ യുദ്ധം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ രാജാവായി മാറാൻ പോകുന്ന ഒരു വാർ. ഇന്ന് നിങ്ങളെന്ന ആ പഴയ വ്യക്തിയുടെ എൻഡിങ്, പുതിയ അവതാരത്തിന്റെ തുടക്കം. ആർക്കെല്ലാം നിങ്ങൾ വളഞ്ഞു കൊടുത്ത് ആരുടെ മുമ്പിലെല്ലാം നല്ലവനായി ഇരിക്കണം, നല്ലവളായി ഇരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചോ, ആ പാവം നോക്കുന്ന ആ ക്യാരക്ടറിനെ നിങ്ങൾ നെൻഡാക്കാൻ പോകുന്നു. ചാണക്യർ പറയുന്നു, മൗനവും അവഗണനയുമാണ് ഈ ലോകത്തിൽ വെച്ച് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത്. ഈ ശിക്ഷ നിങ്ങളെ വേദനിപ്പിച്ചവർക്ക് നിങ്ങൾ എങ്ങനെയാണ് കൊടുക്കാൻ പോകുന്നത്, നിങ്ങൾ എങ്ങനെയാണ് അവരുടെ മുമ്പിൽ ഒരു വിജയിയായിട്ട് നിൽക്കാൻ പോകുന്നത്. വീഡിയോയുടെ എൻഡിൽ ഞാൻ ഒരു 3 മാസത്തെ ചാലഞ്ച് പറയാൻ പോകുന്നുണ്ട്. അത് നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ശത്രുക്കളുടെ മുമ്പിൽ വിജയശ്രീ ലാളിതനായിട്ട് നിൽക്കാൻ പറ്റും. നമ്മുടെ ചാണക്യരുടെ തന്ത്രത്തിലേക്ക് പോകാം. നമ്പർ 1, എന്തുകൊണ്ടാണ് നിങ്ങളെ മറ്റുള്ളവർ ബഹുമാനിക്കാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങളെ മറ്റുള്ളവർ ഒരു റെസ്പെക്റ്റും തരാതെ മാറ്റി നിർത്തുന്നത്? ഒട്ടും രുചിയില്ലാത്ത കൈപ്പേറിയ ഒരു സത്യം പറയാം. നമ്മൾ പലരും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ പലപ്പോഴും ചിന്തിച്ചു കൊണ്ടു കൊടുക്കും, എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ അവർ പെരുമാറിയത്, എന്തുകൊണ്ടാണ് എന്നെ അറിയാവുന്ന, എന്നെ സ്നേഹിക്കുന്ന, എന്നോട് ചേർന്ന് നിൽക്കുന്ന റിലേറ്റീവ്സ് പോലും എന്നോട് പെരുമാറുന്നത്, എന്തിന് ബ്ലഡ് റിലേഷൻ, എൻ്റെ കൂടപ്പുറപ്പുകൾ പോലും എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്, ഞാൻ എന്താണ് ചെയ്തത്, ഞാൻ കറക്റ്റായിട്ട് തന്നെയാണല്ലോ, എല്ലാവരെയും കുറിച്ച് നല്ലത് മാത്രമാണല്ലോ ഞാൻ ചിന്തിക്കുന്നത്. ഇതിന്റെ എല്ലാം സത്യം എന്താന്ന് വെച്ചാൽ, ഇതിനുള്ള യഥാർത്ഥ കാരണക്കാർ നമ്മൾ തന്നെയാണ്. നിങ്ങൾ തന്നെയാണ് ചീപ്പാക്കിയത്. നിങ്ങൾ എപ്പോഴും നിങ്ങൾ സുലഭമാണ്, നിങ്ങൾ അവൈലബിൾ ആണ്. ഒരു ഡയമണ്ടിനെ കൊണ്ടുപോയി ഒരു വേസ്റ്റ് ബക്കറ്റിൽ ഇട്ടാ ആ ഡയമണ്ടിന് ആരെങ്കിലും വാല്യൂ കൊടുക്കോ? അതിനെ എടുക്കോ? അതിനെ ഡയമണ്ട് ആണെന്ന് അംഗീകരിക്കോ? ഇല്ല. അതിനെ ചവിട്ടി അരച്ചിട്ട് പോവേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ ഡയമണ്ട് ആയിരിക്കാം, ബട്ട് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം വെറും വേസ്റ്റ് ആയ സ്ഥലത്താണ് നിങ്ങൾ ഇരിക്കുന്നത്. ഇപ്പോഴും നമ്മൾ വില കൂടിയ സാധനം വളരെ കുറച്ചേ വാങ്ങിക്കൂ. വില കുറഞ്ഞ സാധനം എല്ലാവരും പോയി വാങ്ങും. കുറെ ശർക്കരയെ കൊണ്ട് നമ്മൾ ടേബിളിൽ ഇങ്ങനെ തൂകിയിട്ടാ അവിടെ എറുമ്പെല്ലാം വന്ന് അതിനെ അരിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ എല്ലാവർക്കും നല്ലവരായിരിക്കണം, എല്ലാവർക്കും നല്ലത് മാത്രം ചെയ്യണം, നല്ലത് മാത്രം ചിന്തിക്കണം എന്ന് വിചാരിക്കുന്നത് തന്നെയാണ് ആദ്യത്തെ തെറ്റ്. എത്ര വേദനിപ്പിച്ചാലും മെസ്സേജ് ഇട്ടാ ഉടനെ മെസ്സേജ് ചെയ്യുന്നത്, വിളിച്ച ഉടനെ ചിരിച്ചുകൊണ്ട് അങ്ങ് പോയി നിൽക്കുന്നത്, സ്വന്തക്കാരല്ലേ വിളിച്ചില്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും അവൈലബിൾ ആയിട്ട് അവിടെ പോയി നിൽക്കും. അപ്പോൾ അവർ നിങ്ങളെ ചീപ്പായിട്ട് ചവിട്ടി അരച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങളെ എന്തും ചെയ്യാം, എങ്ങനെ ആവാം എന്നുള്ള ലൈസൻസ് നിങ്ങൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. സ്വർണ്ണക്കടയിലിരിക്കുന്ന സ്വർണ്ണത്തിന് നമുക്ക് വെറുതെ പോയി ഫ്രീ ആയിട്ട് തൊട്ട് നോക്കാൻ പറ്റുമോ? ഇല്ല. എന്നാൽ റോഡിൽ കിടക്കുന്ന കല്ലിന് ആർക്ക് വേണമെങ്കിലും ചവിട്ടി അരയ്ക്കാം. നിങ്ങൾ ആ കണ്ണാടിക്കുള്ളിലെ ഡയമണ്ട് ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു, അല്ല റോഡിൽ കിടക്കുന്ന കല്ലായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നു? അതിൽ പ്ലെയിൻ ആയിട്ടിരുന്ന അവിടെ കയറി എല്ലാവരും ഇരിക്കും, ബട്ട് അതിൽ കുപ്പിച്ചില്ലുകൾ ഇങ്ങനെ കറപ്പിച്ച് വെച്ചിരുന്ന ആരെങ്കിലും ഇരിക്കുമോ? എന്താന്ന് വെച്ചാൽ കുത്തും. നിങ്ങളുടെ കയ്യിൽ ആ കുപ്പിച്ചില്ലില്ല. ആ കുപ്പിച്ചില്ലെന്ന് പറയുന്നതും കുത്തുന്നതും എല്ലാം വെറും മോശമായ കാര്യമല്ല, ഇത് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഒരു കുഞ്ഞു പാമ്പായാൽ പോലും അതിനെ ഉപദ്രവിക്കാൻ പോയാൽ അത് പത്തിയെടുക്കും, കാരണം അതിന് സ്വയം പ്രൊട്ടക്ട് ചെയ്യണം. പക്ഷെ നിങ്ങൾ പത്തിയെടുക്കാൻ മറന്നുപോയി. നമ്മൾ തിരിച്ച് സംസാരിച്ചാൽ തെറ്റായി പോവോ, മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ഇനി വഴക്കാളി എന്ന് വിചാരിക്കോ, എൻ്റെ പേരും പെരുമയും പോവോ,
ഇല്ലെങ്കിൽ കുടുംബത്തിൽ പ്രശ്നം വരുമോ, ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് നിങ്ങൾ സ്വയം ഡിപ്രഷനിൽ നിങ്ങളെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ എന്താവെന്ന് വെച്ചാൽ നിങ്ങളുടെ മൗനം അവർക്കൊരു സമ്മതമായി മാറുകയും അവർ നിങ്ങളെ ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതിനെന്ന് പറഞ്ഞ് എല്ലാവരും പോയി നിങ്ങളോട് വഴക്കിടണം, വഴക്കാളിയാകണമെന്നല്ല പറയുന്നത്. പക്ഷേ നിങ്ങളെ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ തിരിച്ച് നിങ്ങളൊന്ന് ചീറുകയെങ്കിലും വേണം. ശരിയാവില്ല എന്ന ഒരു തോന്നൽ അവർക്കുണ്ടാവണം. ഈ ലോകത്ത് ആർക്കും ആരുടെ മുമ്പിൽ നല്ലവരാകാൻ പറ്റില്ല. ഒന്ന് ചിന്തിച്ച് നോക്കും. നിങ്ങളുടെ അടുത്ത് പല പ്രാവശ്യം ചിലർ കടം കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ ഒരുപാട് പ്രാവശ്യം കൊടുത്തിട്ടുണ്ടാവും. ഫൈനലി എനിക്കിപ്പോൾ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു നോക്കൂ. അത്രയും സമയം നിങ്ങൾ കൊടുത്ത പൈസ എല്ലാം അവർ മറക്കും. എന്നിട്ട് നിങ്ങളെ വെറും ഒരു കുറ്റവാളിയായിട്ട് കൊടുക്കാത്തതിന് നിർത്തും. ഇതാണ് ഈ ലോകം. ഇപ്പോൾ ഒരു വ്യക്തി ഇരിക്കുന്നു, അയാൾ അയാളുടെ കാര്യം മാത്രം നോക്കും, അയാൾ ആരെയും ഹെൽപ്പ് ചെയ്യില്ല. അങ്ങോട്ട് പോയി നോണ്ടാൻ പോയാൽ അത് തിരിച്ച് വേഷ കൊടുക്കും. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഒരു റെസ്പെക്ട് ഇല്ലാതെ പെരുമാറാനോ അയാൾക്കിട്ട് പണി കൊടുക്കാനോ ആരെങ്കിലും പോകും? ഇല്ല. കാരണം അയാളിൽ ആ പവർ ഉണ്ട്. എത്ര ദിവസം നിങ്ങൾ എല്ലാവരുടെ മുമ്പിൽ നല്ലവനായിട്ട് നിങ്ങളെ സ്വയം കൊന്നിട്ടിരിക്കാൻ പോകുന്നോ, അതും അല്ലെങ്കിൽ ഈ വ്യക്തി ഒരു ഗംഭീരമായ വ്യക്തിയാണ്, ഇയാളുടെ അടുത്ത് നമ്മുടെ പണിയൊന്നും നടക്കില്ല എന്ന് ഒരു ഗംഭീരമായ ഒരു വ്യക്തിയായിട്ട് മാറാൻ പോകുന്നു. ഇന്നത്തോടെ നിങ്ങൾ എല്ലാവർക്കും വളഞ്ഞു കൊടുക്കുന്നത് നിർത്തുക. നോ പറയേണ്ടടുത്ത് നോ പറയുക. ഇല്ല എന്ന് പറയാൻ തുടങ്ങുന്നിടത്ത് നിന്നാണ് നിങ്ങളുടെ വാല്യൂസ് ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ കാരണത്തെ നമ്മൾ നോക്കി. ഇനി നമുക്ക് മൗനം കൊണ്ട് ഇവരെ എങ്ങനെയാണ് ജയിക്കാൻ പോകുന്നത് എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞു തിരിച്ച് നിങ്ങളെ റിയാക്ട് ചെയ്ത് എന്താ അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ആരോടും വഴക്കടിക്കാൻ പോകുന്നതല്ല. നമ്മൾ അവരെ ജയിക്കാൻ പോകുന്നത് മൗനം കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വരും, മൗനമോ? എന്നെ ഇങ്ങനെയെല്ലാം വേദനിപ്പിച്ച് എന്തെല്ലാം വാക്ക് പറഞ്ഞ് എന്നെ എല്ലാവരും മുമ്പിൽ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്ത വ്യക്തിയോട് ഞാൻ മൗനമായിട്ടാണോ ഇരിക്കേണ്ടത്? അവനോട് 4 വാക്ക് അല്ലെങ്കിൽ അവളോട് 4 വാക്ക് എനിക്ക് ചോദിക്കണമെന്നായിരിക്കും എല്ലാവർക്കും തോന്നുന്നത്. എന്നാൽ ചാണക്യർ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇത് ചാണക്യർ പറയുന്നത് കേട്ട് ഞാൻ ട്രൈ ചെയ്ത് ചില വ്യക്തികളെ എന്ത് ചെയ്താലും ഒതുക്കാൻ പറ്റാത്ത ചില കഴുതകളുണ്ടാവും. അവരടുത്ത് നമ്മൾ വഴക്കടിച്ച് നമ്മുടെ എനർജി വേസ്റ്റ് ചെയ്യാതെ അവരെ നമ്മുടെ കാൽക്കീഴിൽ കൊണ്ടുവരണമെങ്കിൽ അവർക്ക് കൊടുക്കാവുന്നതാണ് ഈ മൗനം. ഇപ്പോൾ ഒരാള് നിങ്ങളെ വന്ന് ഇൻസൾട്ട് ചെയ്യുന്നു, വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു. പക്ഷെ അപ്പോൾ ആ വ്യക്തി എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് അറിയാമോ? നിങ്ങൾ സങ്കടപ്പെടണം, അവിടെ കരയണം. അതും അല്ലെങ്കിൽ ആ വ്യക്തിയുടെ അടുത്ത് പോയി നിങ്ങൾ വഴക്കിന് നിൽക്കണം, എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്ന്. എപ്പോ ഇങ്ങനെ നമ്മൾ പോയി അവരോട് ന്യായം കേൾക്കുന്നു, അപ്പോഴേ നമ്മൾ ആ വ്യക്തിയുടെ കീഴെ പോയായി. ആ വ്യക്തിയുടെ റിമോട്ട് കൺട്രോളിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറും. ആ വ്യക്തി ആ റിമോട്ടിലെ സ്വിച്ച് ഇട്ടതും നിങ്ങൾ റിയാക്ട് ചെയ്യാൻ തുടങ്ങി, സൗണ്ട് ഇടാൻ തുടങ്ങി. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ആ റിമോട്ട് കൺട്രോളിനെ വാങ്ങി ഉടക്കണം. അവിടെ ചെയ്യേണ്ടത് ഒരു റിയാക്ഷനും കൊടുക്കരുത്, കല്ലുപോലെ ഇരിക്കണം. ഒരു റിയാക്ഷനും കൊടുക്കാതിരിക്കുന്ന ഒരു വ്യക്തിയെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരാൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് അവഗണന. അവഗണന എന്ന് പറയുന്ന തീ അവരെ കൊല്ലും. ഒരു വ്യക്തി നിങ്ങളെ മനുഷ്യനായിട്ട് പോലും അംഗീകരിച്ചില്ലെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾ ഒരു ഉയിരായിട്ട് പോലും കരുതേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എക്സാമ്പിള്, നിങ്ങൾ ഒരു കല്യാണ വീട്ടിന് പോകുന്നതെന്ന് വെച്ചോ, അവിടെ ആ വ്യക്തി വരുന്നു എന്ന് വിചാരിക്കുമ്പോഴും നിങ്ങൾക്ക് പോകാൻ ഇഷ്ടമില്ലാതെ ആയിരിക്കും പോകുന്നത്. ഇനി എന്ത് സംഭവിക്കുന്നതെന്നോ ചിന്തിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ പോയിട്ടുള്ളത്. അല്ലെങ്കിൽ ആ വ്യക്തി യാദൃച്ഛികമായി വന്നു എന്ന് തന്നെ വെച്ചോളൂ. വരുമ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ ക്യാരക്ടർ വെച്ച് നിങ്ങൾ എന്തെങ്കിലും ഒരു കുത്തി പറയുന്ന രീതിയിലോ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലോ സംസാരിക്കാം. അപ്പോൾ നിങ്ങൾ ഒരു റിയാക്ഷനും കൊടുക്കാതെ എവിടെയോ ഒരു കാക്ക അല്ലെങ്കിൽ ഒരു പട്ടി കുരയ്ക്കുന്നത് പോലെ ഒരു റിയാക്ഷൻ കൊടുത്തിട്ട് നിന്നിട്ട് നിങ്ങൾ അടുത്ത് നിൽക്കുന്ന വ്യക്തികളോട് വളരെ ചിരിച്ച് സന്തോഷമായിട്ട് സംസാരിക്കുക. അതെ, നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചെയ്തു നോക്കൂ. നമ്മളെ വേദനിപ്പിക്കുന്നവർക്ക് ഏറ്റവും കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്ന് വെച്ചാൽ നമ്മുടെ ചിരിയാണ്. പക്ഷേ അവിടെ നിങ്ങൾ തിരിച്ചു പറഞ്ഞ ആ വ്യക്തിക്ക് അത്ര വേദനിക്കില്ല, കാരണം അവരുടെ ക്യാരക്ടർ അങ്ങനെയാണ്. പക്ഷേ ആ വ്യക്തിയെ ഒരു പുൽക്കൊടി പോലും സ്ഥാനം കൊടുക്കാതെ നിങ്ങൾ അവഗണിച്ചുകൊണ്ട് പോയി നോക്കൂ. അതാണ് അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ അപമാനത്തിന്റെ ഉച്ചം എന്ന് പറയുന്നത്. ഒരു സിംഹത്തിനെ പോലെ ഇരിക്കണം. സിംഹം എവിടെയെങ്കിലും ഒരു പട്ടി കുരച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് ഫൈറ്റിന് പോകില്ല. സിംഹം അത് രാജാവിനെ പോലെ ഗംഭീരമായിട്ട് അത് നടന്നു പോകും. ആ പട്ടി കുരച്ച് അത് അവിടെ ടയർഡാവും. നിങ്ങൾക്ക് ഒരു വാല്യൂം തരാത്തവരുടെ വാക്കുകളെല്ലാം ആ പട്ടിയുടെ കുരയായിട്ട് കണക്കാക്കിയാൽ മതി. നിങ്ങളുടെ മൗനം ഒരു ബലഹീനതയല്ല, അതാണ് നിങ്ങളുടെ തന്ത്രം. മൗനമായിട്ടിരിക്കുന്നതാണ് ആദ്യത്തെ തന്ത്രം. എന്നാൽ ഇതുകൊണ്ട് മാത്രം നമുക്ക് സക്സസ് വരില്ല. മൗനത്തിന് പിന്നിൽ വലിയൊരു പ്രയത്നം ഇരിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ വിജയം പൂർണ്ണമാവുകയുള്ളൂ. ആര് നിങ്ങളെ വേസ്റ്റ് എന്ന് പറഞ്ഞോ, ഒന്നിനും കൊള്ളാത്തവരെന്ന് പറഞ്ഞോ, അവിടെ അവരുടെ വാക്കുകൾക്ക് പിന്നാലെ പോയി കുരയ്ക്കുന്ന പട്ടിയുടെ പുറകെ പോകാതെ നമ്മൾ മൗനമായി നമുക്ക് എന്താണോ വേണ്ടത് സക്സസ്സിലെത്താൻ അതില് ഫോക്കസ് ചെയ്യുക. മൗനമായിട്ട് അതിനെ ചെയ്തുകൊണ്ടേയിരിക്കുക. ചാണക്യർ പറയുന്നു, നിങ്ങളുടെ രഹസ്യങ്ങളെ ഒരു മന്ത്രം പോലെ ആരും അറിയാതെ സൈലന്റ് ആയിട്ട് വെച്ചിരിക്കുക. ഓക്കെ, നമ്മൾ മൗനമായിട്ടിരിക്കാൻ പഠിച്ചു. എന്നാൽ മൗനത്തിന്റെ ബാക്കിൽ നമ്മുടെ ആ സാമ്രാജ്യത്തെ കെട്ടിപ്പടുത്തുകൊണ്ടേയിരിക്കണം. ആ മാസ്റ്റർ പ്ലാൻ നമുക്ക് എങ്ങനെ തയ്യാറാക്കാം നോക്കാം. ആ മാസ്റ്റർ പ്ലാൻ ആണ് നമ്മുടെ തലവരെ തന്നെ മാറ്റാൻ പോകുന്നത്. നമ്മളിൽ പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താന്ന് വെച്ചാൽ,
നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അത് പോയി എല്ലാവരുടെ പറഞ്ഞ് നടക്കുക, ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോകുന്നതെന്ന് നമ്മുടെ പ്ലാൻ എല്ലാം അവരുടെ അടുത്ത് പോയി പറയുക. പ്രത്യേകിച്ചും ആരാണോ നമ്മളെ വേദനിപ്പിക്കുകയും അപമാനിക്കുകയും ചെയ്തത് അവരുടെ മുമ്പിൽ പോയി നമ്മൾ വീമ്പ് പറയും. നീ എന്നോട് ഇങ്ങനെ ചെയ്തല്ലേ, നിനക്ക് ഞാൻ കാണിച്ചു തരാം, ഞാൻ 1 വർഷത്തിനുള്ളിൽ നിന്റെ മുമ്പിൽ ഇത് ചെയ്തിട്ട് വന്ന് നിൽക്കും, അല്ലെങ്കിൽ ഞാൻ കാറ് വാങ്ങി കാണിക്കും, അത് ചെയ്യും ഇത് ചെയ്യുന്ന അവരുടെ മുമ്പിലേ പോയി വീമ്പിളക്കും നമ്മൾ. എന്നാൽ ചാണക്യർ പറയുന്നത് എന്താന്ന് വെച്ചാൽ, നിങ്ങളൊരു കാര്യം ചെയ്ത് തീർക്കുന്നത് വരെ അതിനെ രഹസ്യമായിട്ട് വെച്ചിരിക്കണം. നമ്മുടെ സക്സസ് ആയിരിക്കണം മറ്റുള്ളവർ അറിയുന്നത്, നമ്മുടെ പ്രയത്നങ്ങളായിരിക്കരുത്. നമ്മൾ പ്രയത്നിക്കുന്ന കാര്യങ്ങളോ ട്രൈ ചെയ്യുന്നതോ തുടങ്ങുന്നതോ മറ്റുള്ളവരുടെ പറയുകയാണെങ്കിൽ ഫസ്റ്റില് അവർ നമ്മളെ ഡിസപ്പോയിൻമെന്റ് ചെയ്യും, നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്ത് നമ്മുടെ എനർജി എല്ലാം അവിടെ ഡ്രോപ്പ് ആക്കി അവിടെ അത് കൊളാക്കി വിടും. അത് നടക്കില്ല. നിങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആ കാര്യത്തെ അവരുടെ കൺദൃഷ്ടിയാലും നെഗറ്റീവ് എനർജിയാലും അവിടെ അവസാനിപ്പിച്ചു. അവർ ഒരു കൂട്ടത്തിന്റെ കൂടെ ചേർന്നിരുന്ന് നിങ്ങളെ കുറിച്ച് പറയുകയും ചിരിക്കുകയൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കാനുള്ള ജോലി ചെയ്തുകൊണ്ടേയിരിക്കുക. കൺദൃഷ്ടിയും നെഗറ്റീവ് എനർജിയൊക്കെ വെറും അന്ധവിശ്വാസമാണെന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന എത്ര പേരാണ് നിങ്ങളുടെ നല്ലത് കണ്ട്, നിങ്ങളുടെ ഉയർച്ച കണ്ട്, വളർച്ച കണ്ട് സന്തോഷിക്കുന്നത്? എല്ലാവരും പറയും സന്തോഷത്തിൽ എല്ലാവരും കാണും, ദുഃഖത്തിൽ ആരും കാണില്ലെന്ന്. എന്നാൽ അത് തെറ്റാണ്. ദുഃഖത്തിൽ സഹതാപം പറഞ്ഞുകൊണ്ട് പലരും ഉണ്ടാവും. പക്ഷേ സന്തോഷം വരുമ്പോൾ കൂടെ വേണമെങ്കിൽ അഭിനയിക്കും. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് കിട്ടാത്തത് ഒന്നും മറ്റുള്ളവർക്ക് കിട്ടുന്നത് ആരും അംഗീകരിക്കില്ല. എല്ലാം രഹസ്യമായി ചെയ്ത് തീർത്തിട്ട് പെട്ടെന്നൊരു ദിവസം നിങ്ങളുടെ സക്സസ് ആകുന്ന ദിവസം അത് കണ്ട് അവരുടെ മുഖം വിളറിപ്പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് യഥാർത്ഥ പ്രതികാരത്തിന്റെ ഉച്ചഘട്ടം എന്ന് പറയുന്നത്. ഇവരിതിപ്പോ ചെയ്തു, എങ്ങനെ ചെയ്തു എന്ന് അവരെല്ലാം അങ്ങനെ ഷോക്ക് ആവണം. ശരി, നമ്മൾ ജയിച്ചു കഴിഞ്ഞു, ഇനി നമ്മൾ ജയിക്കുമ്പോൾ ഇതിൽ പലരും വന്ന് നമ്മളെ ഒട്ടാൻ നോക്കും. അപ്പോൾ നമ്മൾ അവരെ എങ്ങനെ ഡീൽ ചെയ്യണം, അവരവിടെ എങ്ങനെ നിർത്തണം. ജയിച്ചു കഴിഞ്ഞിട്ട് അവര് നിങ്ങളുടെ അടുത്ത് സഹായത്തിന് വന്ന് നിൽക്കുമ്പോൾ ആവശ്യമില്ലാതെ നിങ്ങളെ സഹായിക്കരുത്. ഇങ്ങനെ നമ്മൾ ജയിച്ചു നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സൊരു ചതി ചെയ്യും. അവർ നമ്മുടെ സ്വന്തക്കാരാണല്ലോ, റിലേറ്റീവ്സ് ആണല്ലോ, അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ, പാവം ഇപ്പൊ അവർ കഷ്ടപ്പെടുന്നു, നമ്മൾ ഹെൽപ്പ് ചെയ്താലോ എന്നൊക്കെ നിങ്ങളുടെ മൈൻഡ് പറയും. ആണെങ്കിൽ ഒരു വാക്ക് പറയുന്നുണ്ട്, പാമ്പിന് നിങ്ങൾ എത്ര പാല് കൊടുത്താലും അത് ലാസ്റ്റിൽ വിഷത്തിന് തന്നെ ചീറ്റും. ഇനി നിങ്ങൾ അവർക്ക് ഹെൽപ്പ് ചെയ്താൽ തന്നെ അവർ നിങ്ങളെ കുറിച്ച് നല്ലത് പറയുന്നു വിചാരിക്കുന്നുണ്ടോ? ഇല്ല. നിങ്ങളുടെ സഹായം എല്ലാം സ്വീകരിച്ചു കൊണ്ട് പോയിട്ട് വീണ്ടും അവർ നിങ്ങളെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, ഇവൾക്ക് കുറെ കാശ് കിട്ടി, ഇപ്പൊ അവരെ സീന് കാണിക്കുന്നു, ഇവൾക്ക് ഇത്രയും പണം വന്നിട്ട് തരുന്നത് ഇത്രയാണ്, ഇങ്ങനെയൊക്കെ നിങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. അവരിപ്പോ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് അവർ ചെയ്ത കർമ്മ, ജസ്റ്റിസ്. ഒരു സമയത്ത് നിങ്ങളെ ഇതുപോലെ പലരെയും അവർ വേദനിപ്പിച്ചിട്ടുണ്ടാവും. നിങ്ങൾ അത്രയും തുച്ഛമായിട്ട് അവർ കരുതിയിട്ടില്ലേ? അതിന് ആ പ്രപഞ്ചം നൽകുന്ന ശിക്ഷയാണ് ഇപ്പൊ അവര് അനുഭവിക്കുന്ന ഈ ജസ്റ്റ്. പ്രപഞ്ചത്തിന്റെ ആ കർമ്മയിൽ നിങ്ങൾ പോയി അവരെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് നിന്നാ ആ പ്രപഞ്ചം കൊടുക്കുന്ന കർമ്മയിലുള്ള ഒരു ഭാഗത്തെ നിങ്ങൾ എടുക്കുന്നു എന്നർത്ഥം. പ്രപഞ്ചം അവർക്ക് ഓരോ ലെസൺ കൊടുക്കുകയാണ്. ആ സമയത്ത് പോയി നമ്മളെ ഹെൽപ്പ് ചെയ്ത അവകാശം ഇല്ലാത്തവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഉപകാരം അത് നമുക്ക് തന്നെ ആപത്തായി മാറും. നിങ്ങളെ എത്രയും വേദനിപ്പിച്ചവരുടെ മുമ്പിൽ നിങ്ങൾ സാധിച്ചു കാണിച്ചു കൊടുത്ത് നിങ്ങൾ സ്മൈൽ ചെയ്ത് നടക്കുമ്പോൾ അത് അവർ കണ്ടു എരിയുന്നതാണ്. അതാണ് അവർക്കുള്ള ഏറ്റവും വലിയ ശിക്ഷയും നിങ്ങളുടെ പ്രതികാരവും. നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും അവർക്ക് സ്ഥാനം കൊടുക്കാതിരിക്കുക. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പാമ്പ് അതിന്റെ തൊലിയെ തന്നെ മാറ്റും, പക്ഷെ അതിന്റെ വിഷത്തെ മാറ്റില്ല. ക്ഷമിക്കുക, പക്ഷെ അതൊന്നും പഠിച്ച ലെസൺ ഒരിക്കലും മറക്കാതിരിക്കുക. ഇപ്പോഴേ നിങ്ങളൊരു സത്യം ചെയ്യുക, എനിക്കൊരു വാല്യൂം തരാതെ എന്നെ റെസ്പെക്ട് ചെയ്യാത്ത ഒരാൾക്ക് വേണ്ടി ഞാൻ ഇനി കരയില്ല എന്ന്. നിങ്ങളുടെ മൗനം ഒരു ആയുധമായിരിക്കണം. നിങ്ങളുടെ പ്രയത്നം ഒരു രഹസ്യമായിരിക്കണം. നിങ്ങളുടെ വിജയം അവർക്കൊരു ഷോക്കായിരിക്കണം. നിങ്ങൾക്ക് വാല്യൂ തരാത്തവർ അവിടെ കുരച്ചുകൊണ്ടേ ഇരിക്കട്ടെ, പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സാമ്രാജ്യത്തെ കെട്ടിപ്പടുത്തുകൊണ്ടേയിരിക്കുക. ഇനി നിങ്ങളൊരു തോൽവിയല്ല, ഒരു വിജയമാണ്. അപ്പോൾ ഇത്രയാണ് വീഡിയോ. ഇഷ്ടമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.